നമുക്കറിയാം, നമ്മുടെ നാട് പലതരത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് യുദ്ധവും സമാധാനവും. യുദ്ധവും സമാധാനവും എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായും എല്ലാവരുടെയും മനസ്സിൽ ആദ്യം എത്തുക വിശ്രുതമായ ഒരു ഗ്രന്ഥമാണ്. സ്വാഗത പ്രസംഗത്തിൽ അനിൽകുമാർ സൂചിപ്പിക്കുകയുണ്ടായി ടോൾസ്റ്റോയിയുടെ യുദ്ധവും സമാധാനവും. നെപ്പോളിയൻ ആക്രമണത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ടോൾസ്റ്റോയി യുദ്ധവും സമാധാനവും എന്ന നോവൽ എഴുതി പൂർത്തിയാക്കി പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നത് 1869-ലാണ്. അദ്ദേഹം അടിസ്ഥാനപരമായി യുദ്ധവിരുദ്ധ നിലപാട് ശക്തമായി സ്വീകരിച്ചിരുന്ന ഒരാളായിരുന്നു. മനുഷ്യസ്നേഹത്തെയും കാരുണ്യത്തെയും ഉയർത്തിപ്പിടിച്ച ലിയോ ടോൾസ്റ്റോയ് എന്ന ലോക സാഹിത്യ തറവാട്ടിലെ കാരണവർ യുദ്ധവും സമാധാനവും എന്ന നോവൽ പുസ്തകമായി പ്രസിദ്ധീകരിച്ച 1869-ലാണ് മഹാത്മാഗാന്ധി ജനിച്ചത്. ഇത് രണ്ടും തമ്മിൽ നേരിട്ട് ബന്ധമൊന്നുമില്ല. പക്ഷേ ഗാന്ധിജിയും ജീവിതത്തിലുടനീളം മഹാഗിരിനിരകളോളം പഴക്കമുള്ള സത്യവും അഹിംസയുമല്ലാതെ മറ്റൊന്നും എനിക്ക് ലോകത്തെ പുതിയതായി പഠിപ്പിക്കുവാനില്ല എന്ന നിലപാട് സ്വീകരിച്ചതിലൂടെ യുദ്ധരാഹിത്യത്തിൻ്റെ, സമാധാനത്തിൻ്റെ മുദ്രാവാക്യമാണ് ജീവിതത്തിലുടനീളം ഉയർത്തിപ്പിടിച്ചത്. അതൊരു കേവല യാദൃച്ഛികതയാണ്. നമ്മളിപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് ഇന്ത്യ പാക് സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് സ്വതന്ത്ര രാഷ്ട്രങ്ങളായി നിലനിൽക്കുമ്പോൾ തന്നെ നാം ഒരൊറ്റ ജനതയായിരുന്നു എന്നതാണ് ചരിത്ര യാഥാർത്ഥ്യം. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായി ഒരു ജനതയായി നിലയുറപ്പിച്ചൊരു സമൂഹമാണ്. രാഷ്ട്രം സ്വാതന്ത്ര്യം നേടുന്ന ഘട്ടത്തിൽ വിഭജനവും ഒരു യാഥാർത്ഥ്യമായി. 947 വരെ ഒരു ജനതയായി നിലകൊണ്ടവർ രണ്ട് രാഷ്ട്രങ്ങളായി ഭിന്നിച്ചു. അതിന് നേതൃത്വം കൊടുത്തത് മുഹമ്മദ് അലി ജിന്നയായി. അദ്ദേഹം മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായ ഒരു രാഷ്ട്രം വേണം എന്ന നിലപാട് മുൻപോട്ട് വെച്ചു. ഇസ്ലാമിനെ രാഷ്ട്രീയാധികാരത്തിലേക്കുള്ള ഒരു വഴിയായി ജിന്ന വെട്ടിത്തുറന്നു. അതിനെയാണ് നാം വർഗീയത എന്ന് പറയുന്നത്. എന്താണ് വർഗീയത എന്ന ചോദ്യം പലപ്പോഴും സമൂഹത്തിൽ ഉയർന്നു വരാറുണ്ട്. വർഗീയതയ്ക്ക് ഒരുപാട് നിർവചനങ്ങൾ നൽകാൻ പലരും ശ്രമിക്കാറുണ്ട്. എന്നാൽ എന്താണ് വർഗീയത എന്ന ചോദ്യത്തിന് സത്യത്തിൽ ഒരൊറ്റ നിർവചനമേ ഉള്ളൂ. അത് മറ്റൊന്നുമല്ല, മതത്തെ രാഷ്ട്രീയാധികാരത്തിനു വേണ്ടി ഉപയോഗിക്കുക എന്നതാണ് വർഗീയതയുടെ ലളിതവും ഹ്രസ്വവുമായ നിർവചനം. മതത്തെ, വിശ്വാസത്തെ രാഷ്ട്രീയാധികാരത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തുക, അതാണ് വർഗീയത. ഇന്ത്യൻ വർഗീയതയുടെ പിതാക്കന്മാരാര് എന്ന് ചോദിച്ചാൽ, പിതാക്കന്മാർ എന്ന് പറഞ്ഞാൽ വർഗീയതയ്ക്ക് ഒന്നിലധികം പിതാവുണ്ട്. ഇന്ത്യയിൽ വർഗീയതയുടെ ആദ്യ പഥികർ, ആ ഗണത്തിൽപ്പെടുത്താവുന്നവർ തീർച്ചയായും സവർക്കറും മുഹമ്മദ് അലി ജിന്നയുമാണ്. ജിന്ന ഇസ്ലാമിന്റെ പേരിൽ ഒരു രാഷ്ട്രം ആവശ്യപ്പെട്ടു, മതത്തിന്റെ പേരിൽ ഒരു രാജ്യം. എന്നാൽ തികഞ്ഞ ഒരു മതവിശ്വാസിയായിരുന്നുവോ ജിന്ന? ആ ചോദ്യം പ്രസക്തമാണ്. അല്ല എന്നാണ്. ഇസ്ലാമിക ചര്യയനുസരിച്ച് ജീവിതം നയിച്ച ഒരാളായിരുന്നില്ല മുഹമ്മദ് അലി ജിന്ന. ഞാനതിന്റെ സൂക്ഷ്മതലങ്ങളിലേക്ക് പോകുന്നില്ല. എങ്കിലും ലോകത്തെവിടെയുമുള്ള മുസൽമാൻ പൊതുവിൽ ഏറ്റവും നിഷിദ്ധമാണ് എന്ന് കരുതുന്ന ഒരു ഭക്ഷണമാണ് പന്നിയുടെ മാംസം. നിഷിദ്ധമായി കണക്കാക്കുന്ന പാനീയമാണ് മദ്യം. ഇത് രണ്ടും സുലഭമായി ഉപയോഗിക്കുന്ന ആളായിരുന്നു ജിന്ന. എന്ന് വെച്ചാൽ സത്യവിശ്വാസിയായ ഒരു മുസൽമാന്റെ ജീവിത രീതികളുമായി ഒരു ബന്ധവും ജിന്നയ്ക്കുണ്ടായിരുന്നില്ല. സവർക്കർ വിശ്വാസിയായ ഒരു ഹിന്ദുവായിരുന്നുവോ എന്ന ചോദ്യത്തിനും ഏതാണ്ട് തത്തുല്യമായ ഉത്തരമാണ് നമുക്ക് ചരിത്രത്തിൽ നിന്നും ലഭിക്കുക. അദ്ദേഹം ഒരു വിശ്വാസിയായിരുന്നില്ല. എന്നാൽ ഇന്ത്യൻ വർഗീയതയുടെ ആദ്യ പഥികരായിരുന്നു ഇവർ രണ്ടുപേരും. വർഗീയാടിസ്ഥാനത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ, വിദ്വേഷത്തിന്റെ രാഷ്ട്രീയത്തെ ശക്തമാക്കാൻ, മത റിപ്പബ്ലിക് എന്ന ആശയം മുൻപോട്ട് വയ്ക്കാൻ ഒക്കെ ഇവർ അവരുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചു. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പറയാറുള്ളത്, വർഗീയവാദി മതവിശ്വാസിയായി കൊള്ളണം,
എന്നില്ല. മതവിശ്വാസി വർഗീയവാദി ആയിക്കൊള്ളണം എന്നുമില്ല. വിശ്വാസം എന്നത് മനുഷ്യന്റെ വ്യക്തിപരമായ ഒരു കാര്യമാണ്. നിങ്ങൾക്ക് വിശ്വാസിയാകാം, ആകാതെ ഇരിക്കാം. അത് തീർത്തും നിങ്ങളുടെ വ്യക്തിപരമായ ഒരു തിരഞ്ഞെടുപ്പിന്റെ പ്രശ്നമാണ്. അതിന്റെ പശ്ചാത്തലങ്ങളിലേക്ക് ഇപ്പോൾ കടന്നു പോകുന്നില്ല. എന്നാൽ വർഗീയത എന്നത് അത്തരം വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതല്ല. അത് രാഷ്ട്രീയാധികാരത്തിന് വേണ്ടിയുള്ള കുറുക്കുവഴിയായാണ് ചരിത്രത്തിലുടനീളം ഒരു കൂട്ടം ആളുകൾ ഉപയോഗപ്പെടുത്തിയത്. അതുകൊണ്ടാണ് അവരെ നാം വർഗീയവാദികൾ എന്ന് വിളിക്കുന്നത്. അപ്പോ രാജ്യം കണ്ട വർഗീയവാദികളിൽ ഏറ്റവും മുമ്പനായിരുന്ന ഒരാൾ മുഹമ്മദ് അലി ജിന്ന മുസ്ലിങ്ങൾക്ക് മാത്രമായി ഒരു രാജ്യം വേണം എന്നാവശ്യപ്പെട്ടു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം രാഷ്ട്രീയാധികാരം പിടിച്ചടക്കുന്നതിനുള്ള ഒരു മറയായിരുന്നു. അതാണ് ജിന്നയ്ക്ക് മതം ഒരു മറയായിരുന്നു. അധികാരം പിടിച്ചെടുക്കാനുള്ള ഒരു മറ അതായിരുന്നു, അത് മാത്രമായിരുന്നു. വിഭജനം യാഥാർത്ഥ്യമായി. പാകിസ്ഥാൻ പ്രത്യേക രാജ്യമായി മാറി. നിഷ്കളങ്കരായ നമ്മുടെ ഒരുപാട് മുസ്ലിം സഹോദരങ്ങൾ ഇതാ മുസ്ലിങ്ങൾക്ക് സ്വന്തമായി ഒരു രാജ്യം ലഭിച്ചിരിക്കുന്നു, അതൊരു വാഗ്ദത്ത ഭൂമിയാണ് എന്ന പ്രതീക്ഷയിൽ പാകിസ്ഥാനിലേക്ക് കടന്നു ചെന്നു. അങ്ങനെ കടന്നു ചെന്ന മുസ്ലിങ്ങൾക്ക്, ആദ്യമേ അവിടെ ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് ഒരു പർദീസയായി പാകിസ്ഥാൻ പിന്നീട് മാറിയോ എന്ന ചോദ്യം പ്രസക്തമാണ്. ഇല്ലെന്നു മാത്രമല്ല, ഇന്ത്യയോടൊപ്പം സ്വതന്ത്രയായ ഭൂപ്രദേശം പാകിസ്ഥാൻ എന്ന രാഷ്ട്രം ഇന്നും ദാരിദ്ര്യത്തിന്റെയും ആഭ്യന്തര സംഘർഷങ്ങളുടെയും പട്ടിണിയുടെയും ഭരണപരമായ അസ്ഥിരതയുടെയും നാടായി നിലനിൽക്കുകയാണ്. വാഗ്ദത്ത ഭൂമി നേടി കടന്നു ചെന്നവർ അവരോട് നീതി ചെയ്യാൻ പാകിസ്ഥാന്റെ ഭരണ നേതൃത്വത്തിന് കഴിഞ്ഞോ? കഴിഞ്ഞില്ല. ഇവിടെ നിന്നും കടന്നു ചെന്ന മുസ്ലിങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ സാധിച്ചില്ല പാകിസ്ഥാന്. അവരെ രണ്ടാം തരം പൗരന്മാരായി കണക്കാക്കി. അവർക്ക് പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടതായി വന്നു. അങ്ങനെയാണ് ചരിത്രത്തിൽ മൊഹാജിർ ഖ്വാമി മൂവ്മെന്റ് എന്നൊരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉടലെടുക്കുന്നത്. ആദ്യഘട്ടത്തിൽ അതിന്റെ നേതൃത്വം ഡോക്ടർ അൽതാഫ് ഹുസൈൻ ആയിരുന്നു. അവർ മുൻപോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം വി നീഡ് ദ ഫസ്റ്റ് ഗ്രേഡ് സിറ്റിസൺഷിപ്പ് ഓഫ് പാകിസ്ഥാൻ എന്നായിരുന്നു. ഞങ്ങളെയും ഒന്നാം കിട പൗരന്മാരായി കണക്കാക്കണം. എന്തേ ഇസ്ലാമിന്റെ പേരിൽ രാഷ്ട്രം വാങ്ങിയവർ എല്ലാ മുസ്ലിം സഹോദരങ്ങളെയും തുല്യരായി കണക്കാക്കിയില്ല? മതത്തിന്റെ പേരിൽ ഒരു രാജ്യം രൂപപ്പെട്ടാൽ എല്ലാ ജനങ്ങളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയല്ല, ആ മതത്തിൽപ്പെട്ടവരുടെ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പര്യാപ്തമല്ല എന്ന ചരിത്രാനുഭവമാണ് പാകിസ്ഥാൻ നമുക്ക് പകർന്നു നൽകുന്നത്.